ഉണ്ണിച്ചേട്ടാ, മെസ്മറൈസിന്റെ ഷൂട്ടെന്നും പറഞ്ഞിട്ട് 3-4 ദിവസമായി ഇവിടെ വന്നിരിക്കുകയാണ്. എന്റെ പാട്ട് എഴുതാന്ന് രതീഷണ്ണ കിടന്ന് ഉറങ്ങണം. നിങ്ങൾ കഥയെങ്കിലും എഴുതിയ എന്തെങ്കിലും നടക്കുമെന്ന പറ. അനി ആനന്ദേ, ഈ കഥ എഴുതി സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞാലേ നീ ചെയ്യണ പോലെ കല്യാണ പെണ്ണിന്റെ പിറകെ ക്യാമറയും കൊണ്ട് കിടന്ന് ചിന്നപ്പ് ചിന്ന പൊടിക്ക് ഡൗൺ വീണ്ടും അപ്പ്, അങ്ങനത്തെ സിമ്പിൾ സ്കീം അല്ല. പിന്നെന്തിനാണ് ഇതിന് കുറച്ച് ഭാവന വേണം, കുറച്ച് ബുദ്ധി വേണം, കുറച്ച് കഴിവൊക്കെ വേണം. അതുകൊണ്ട് അതിൻ്റെതായ സമയം എടുക്കുക. എന്നാ ഉള്ളത് പറയാനുണ്ടോ ഒന്നും തോന്നല്ല. ഈ തലയെക്കെട്ടും ഈ താടിയൊക്കെ വളർത്തിയാലൊന്നും ഡയറക്ടർ ആവൂല. നിങ്ങൾക്ക് ആക്ടിങ്ങിൽ വണ്ടിപ്പണിയല്ലേ? സത്യം പറഞ്ഞ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വല്ല ഐഡിയ ഉണ്ടാ? എന്റെ 3-4 ദിവസവും പോയി ഇതിനിടെ കൂടെ എന്റെ അമ്മ ഞാൻ വന്ന് പെടുകയും ചെയ്തു. എന്റെ പൊന്നോ, നീ പാട്ട് സമയടാ അങ്ങോട്ട് ചോദിച്ചേ. അണ്ണാ എനിക്കൂടെ റോള് കാണാം. നിനക്ക് റോളല്ല, നിനക്ക് മീറ്റർ റോൾ. ഇവിടെ ഉള്ളവന്മാരെ കൂടെ റോളില്ല. അപ്പോഴാണ് എന്റെ മനസ്സിലുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ്. ഇങ്ങനെ കഥയല്ലേ? കട്ട ക്ലീശയായിരിക്കും. ക്ലീശ എന്ന് പറഞ്ഞാല് മനുഷ്യനുണ്ടായ കാലം മുതലുള്ള ഏറ്റവും വലിയ ക്ലീശ, പ്രേമം. ഇതാണ് നമ്മുടെ നായകൻ ഹരി. റെസിഡൻഷ്യൽ കോൺട്രാക്ടർ ആണ് കാറ്റഗറി. പക്ഷെ അത്ര വലിയ സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. അപ്പൊ നേരത്തെ കണ്ടതോ? എടാ, അത് മാത്യു. അവൻ കൊമേഴ്സ്യൽ കോൺട്രാക്ടർ അല്ലേ, വലിയ കടിയല്ലേ അവൻ. ഇനി നീ പുറകിലാ വരാന്തേ നിൽക്കുന്ന വെള്ള ചുരിദാറിട്ട പെണ്ണിനെ കണ്ട? നമ്മുടെ നായികയല്ലേ? ആ, നായിക. പക്ഷെ ഇപ്പം ഇവിടെ കാണിച്ച എന്തിനാണ് നിനക്ക് മനസ്സിലായ? ഇല്ല, ചിലപ്പോ ഷൂട്ട് ചെയ്തപ്പോ വല്ല തെറ്റുവെല്ലാം പറ്റിയായിരിക്കും. അല്ലടാ, ഇതാണ് ഡയറക്ടേഴ്സ് ബ്രില്യൻസ്. ഇനി നീ കാണാൻ പോകുന്നേ ഉള്ളൂ, അങ്ങോട്ട് പോട്ടെ. ഫസ്റ്റ് അയ്യോ, പ്രസിഡന്റ് വാങ്ങൻ. Hurry, you are late again. Now time is 7:45. നിന്നെ ഡ്രോപ്പ് ചെയ്ത ബംഗാളിയില് നീ പോയ പ്രാവശ്യം കൊണ്ടുവന്ന വിളിച്ചിട്ടത്? സാറേ, ബംഗാളിയല്ല, ബീഹാറിയ ചോട്ടു. നീ അവൻ ഭയങ്കര ബിസിനസ് മാഗ്നറ്റല്ലേ നീ പറഞ്ഞത്? സാറേ, നെറ്റ്വർക്ക് ചെയ്യാൻ സമയം ഞാൻ പോയിട്ട് സാറേ വിളിക്കാം. ചേച്ചി, ഹരി, നീ കഴിഞ്ഞ മാസത്തെ മീറ്റിംഗ് ഫീ തന്നിട്ടില്ല, ഈ മാസത്തെ തന്നിട്ടില്ല. പൊന്നു മോനെ, ഇട ചേച്ചിക്ക് അറിഞ്ഞൂടെ? ഇല്ലാത്തോണ്ടല്ലേ, ഉണ്ടെങ്കിൽ ഞാൻ തരൂ. എടാ, നീ BNL കിടന്നുണ്ടാക്കുന്ന ക്യാഷത്തെ എന്ത് ചെയ്യുന്നു? കിടന്നുണ്ടാക്കുന്നതാ? എടാ, അങ്ങനല്ല. ചേച്ചി ഒന്നും പറഞ്ഞു, ഈ കാര്യമൊക്കെ മനസ്സിലായി. ചേച്ചിക്ക് അറിയാലോ, നമ്മുടെ ആപ്പിലെ വർമ്മ സാറ്, പുള്ളിയുടെ പുതിയ വീടിന്റെ കോൺട്രാക്ട് ആ മാത്യുവിനാണ് കൊടുത്തേക്കുന്നത്. ഞാൻ ഇവിടെ റെസിഡൻഷ്യൽ കോൺട്രാക്ടറായിട്ട് ആ മാത്യുവിനോട് പറഞ്ഞു തരാം. അവൻ പഴയ CBSE ആണെങ്കിൽ ഞാൻ പഴയ സ്റ്റേറ്റാന്ന് പറഞ്ഞു തരാം. കളി എന്നോട് വേണ്ടെന്ന് അവനോട് പറഞ്ഞു തരാം. കേട്ടല്ലോ? സാർ, ഗുഡ് മോർണിംഗ്. എന്റെ വിസിറ്റർ ആണ് സാർ, ഇന്റീരിയർ ഡിസൈൻ കാറ്റഗറി. നില്ല, അതെങ്ങനെ ശരിയാവും? നായകന്റെ പേര് ഹരി, നായികയുടെ പേര് മേരി തോമസ്. എന്തൊരു പ്രശ്നം? 2 ജാതി 2 മതം, അതൊക്കെ വലിയ പ്രശ്നമാണ് ഭാവിയില്. നിനക്ക് റോളും ഇല്ല, മീറ്റർ റോളും. ഗണിച്ചപ്പെടാ ആനന്ദേ, നമുക്ക് കുറച്ച് പുരോഗമനമായിട്ട് തന്നെ പിടിക്കാം. നമ്മളൊന്നുമില്ലെങ്കിൽ BNA-ക്കാരില്ലേ, നമുക്ക് ജാതി ഇല്ല, മതവും ഇല്ല. ഓക്കെ, നമുക്ക് കാശ് മുഖ്യം. സാർ, ഗുഡ് മോർണിംഗ്. എന്റെ വിസിറ്റർ ആണ് സാർ. Welcome. I'm Mary Thomas, interior designer. Welcome. Thank you. നോട്ടം ഒളിനോട്ടം, ഈ നെഞ്ചില് നട്ടൊരു തോട്ടം, പൂന്തോട്ടം. വെട്ടം ഒരു വെട്ടം, ഉള്ളു തപ്പി തടഞ്ഞവൾ കൊട്ടും പൊടിവെട്ടം. എന്റെ കാതരേ വലയില് വീണ പൊടിമീനെ പോൽ ഞാനേ കരളേ. പിടയും ഇവിടെ തുള്ളിക്കൊരു തുള്ളി പ്രേമം.
വിരള ഹൃദയം പിറകെ പാടി വന്നതോ സകല അടവും തുടരും ഇനി രണ്ടിലൊന്ന് അറിയും വരയെ അടിപതറുകില്ല വിടുകയില്ല നോട്ടം ഒളിനോട്ടം ഈ നെഞ്ചിൽ നട്ടൊരു തോട്ടം പൂന്തോട്ടം. എടാ നിന്റെ കൂടെ പണ്ട് പഠിച്ച മേരിയാണെന്ന് നിനക്ക് ഉറപ്പാണ് ട്യൂഷൻ സെന്ററിൽ? ആടാ അത് അവളെ തന്നെയാണ്. എത്ര വർഷം ഞാൻ എനിക്ക് അവളെ തിരിച്ചറിയാൻ പറ്റും. ഉറപ്പാ. പിന്നെ എന്താടാ അവളെ നിന്നെ കണ്ടിട്ട് തിരിച്ചറിയാത്ത? അവളെന്താ ഫിറ്റാ? അതാണ്ട് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും അവളെ കല്യാണമൊന്നും കഴിഞ്ഞാണ് വഴിയൊന്നും. ഇനി ആ മാറ്റം എങ്ങാനും അവൻ പണ്ടേ കോഴിയാ, നിനക്ക് വലിയ ഭാര്യം. ശരി റെസിഡൻഷ്യൽ കോൺട്രാക്ടറും വാ കൊമേഴ്ഷ്യൽ കോൺട്രാക്ടറും പിന്നെ ഇന്റീരിയർ ഡിസൈനറും നല്ല കോമ്പിനേഷനാണ്. ശരി എങ്ങനെയൊന്നും റെസിഡൻഷ്യൽ കോൺട്രാക്ടറും ഇന്റീരിയർ ഡിസൈനറും. കണ്ണിറുക്കി പൂട്ടരുതേ കണ്ടു കണ്ണിൽ അങ്ങനെ ചുറ്റി വളഞ്ഞു നീ നോക്കിയ പയ്യെ പയ്യെ പൊങ്ങി വരുന്നൊരു താരകമേ കാത്തോരെന്റെ കണ്ണിൽ നീ മേഘം മുന കൊണ്ടേ കുത്തി പകരും രാപ്പനിയോ തീ പടരുന്നൊരു ഉടലിൽ നീ ഉയരോ. ഹലോ 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 ചേച്ചി, അതെ ഞാൻ വിളിച്ചതേ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് വിളിച്ചിട്ട് പുള്ളിക്കാരൻ നമ്പർ. പൊന്നു മോനെ അസുഖം പിടികിട്ടി. അടുത്ത ആഴ്ച പേയ്മെന്റ് ചെയ്താൽ MC അപ്രൂവ് ചെയ്താൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. ഓക്കെ? അല്ല ഞാൻ വിളിച്ച് ക്ലോസ് ചെയ്യാം. ഓ വേണ്ട, മാത്യുവിന്റെ വിസിറ്റർ അല്ലേ, അവൻ ചെയ്തോളൂ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓ ശരി, വേണ്ടായിരുന്നു. I am happy to announce that the MC committee has approved the membership of a new member, Ms. Mary Thomas to our chapter. And Mr. Sajesh Bhaskar will be our mentor coordinator. Thank you, VP. Mr. Harish will be the member for Mary Thomas. എനിക്ക് തോന്നുന്നില്ല. അവനെന്തെങ്കിലും പറഞ്ഞാ? ഇത് കണ്ടോ, ഇതാണ് TYSP, അതായത് താങ്ക് യു നോട്ട്. നിനക്ക് കിട്ടുന്ന ബിസിനസ്സിൻ്റെ താങ്ക് യു നോട്ട് ഞാൻ കൊടുത്താൽ മതി. പിന്നുള്ള ഇത് റഫറല്ലേ, ഇത് നിനക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നീ കൊടുക്കുക, കൊടുത്തിട്ട് ഇത് ഇവിടെ ആഡ് ചെയ്യുക, അങ്ങ് പോവുക. പിന്നെ ECU അതെന്താണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ, ഉള്ളവർക്ക് പറഞ്ഞുകൂടാ. എടാ നിനക്കെന്നെ മനസ്സിലായില്ലേ? അത് മനസ്സിലാത്ത പോലെ അഭിനയിക്കുവാണോ? ഡേയ്, നിനക്ക് അവളെ മനസ്സിലായില്ലേ, നമ്മുടെ മേരിയെ? ഓ മനസ്സിലായി, എനിക്ക് അറിഞ്ഞൂടെ. ചുമ്മാ പൊതു കളിക്കല്ലേ അളിയാ? നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ പണ്ട് ട്യൂഷൻ ക്ലാസ്സിൽ ഞാനും നീയും ഒരുമിച്ചല്ലേ അവളെ പുറകെ നടന്നിട്ടുള്ളത്? അളിയാ, കുറെ നാൾ കഴിഞ്ഞപ്പോൾ നീ അവളെ പുറകെ നടക്കണം നിർത്തി. പക്ഷെ ഞാൻ വിട്ടില്ല, ഞാൻ പിന്നെയും പുറകെ നടന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവളെ മനസ്സിൽ നീ തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് വളരെ കഷ്ടപ്പെട്ട് അവളവിടെ വിസിറ്ററായിട്ട് കൊണ്ടുവന്നതും ജോയിൻ ചെയ്യിപ്പിച്ചതും. ഇനി ബാക്കിയല്ല നിന്റെ കയ്യിലാണ്. ഈരമേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ ഈ പൈങ്കിളെല്ലാം വേറെ സാധനമൊന്നുമില്ല. പ്രേമം എല്ലാ കാലത്തും ഒരു അല്പം പൈങ്കിളിയാണ് ചേട്ടാ. ഇത് നമുക്ക് മെസ്മറൈസിൽ കൊണ്ട് ഇറക്കാനുള്ളതാണ്. അവിടെ വേറെ വൈബാണ്. ഇതിൽ മാസ് ഉണ്ടാ, ക്ലാസ് ഉണ്ടാ, ഐറ്റം ഡാൻസ് ഉണ്ടാ, ഡോൺ ഉണ്ടാ, അറ്റ്ലീസ്റ്റ് ഒരു ലിപ് ലോഗലിംഗ് ഉണ്ടാന്നാ. അതെല്ലാം നമുക്കിത് ചേർക്കടാനന്ദേ. നീ ക്യാമറ എടുത്തു അന്നാ അണ്ടർവേൾഡ് ഡോൺ ആയിരുന്നു. ഞാനാ ഡോണോ?
അണ്ണൻ മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നെല്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല് ഇവനെ തൊഴുവാനായെന്നും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പേട് അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാക്കി ഇല്ലുമിനാക്കി ഇല്ലുമിനാക്കി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാക്കി കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോരംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരാട്ടപ്പുലി ഇടയാങ്ങുന്നോർക്കും നിന്നോർക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത്